ദേ ഇതൊരു അടിപൊളി ചിക്കൻ കറി റെസിപ്പി കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചെറുതീ ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം, ചെറുജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു ഇതെല്ലാം കൂടെ ഇട്ട് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ കരിയാപ്പിലയും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് നമുക്കൊന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് നമുക്ക് ചില്ലി ഫ്ലേക്സും കൂടെ ഇടണം. നല്ല ടേസ്റ്റാണ് ചില്ലി ഫ്ലേക്സും കൂടെ ചിക്കൻ കറിക്ക് വരുമ്പോൾ. ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ടിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിനാവശ്യത്തിന് വേണ്ടിയുള്ള മസാലകൾ ഓരോന്നായി ഇടാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് നമുക്ക് ഇത് ചെറുതീയിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ചെറുതായി അരിഞ്ഞു വെച്ചത് ഇതിലേക്കിട്ട് ഒന്ന് ചെറുതായി ചൂടാക്കിയെടുക്കാം. ഇനി തക്കാളി വേകാൻ വേണ്ടി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ ഇട്ട് പിന്നെ കറിക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള ഉപ്പും കൂടെ ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് വേകാൻ വേണ്ടി വെക്കാം. ഗ്രേവി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എല്ലോട് കൂടിയുള്ള ചിക്കൻ അതിലേക്ക് മിക്സ് ചെയ്തിടാം. ഇനി ഈ ചിക്കൻ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് ചെറുതീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഇനി ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ തൂകി നന്നായിട്ട് വരട്ടിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. സബ്സ്ക്രൈബ് ചെയ്യണേ.